Hello dears, welcome to our class. Breathing and exchange of gas എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഓൾറെഡി നമ്മൾ ബ്രീത്തിങ് എന്താണ്, റെസ്പിറേഷൻ എന്താണ്, അതേപോലെ തന്നെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ വരുന്ന പാർട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഏതാണെന്ന് നോക്കി നോക്കുക. റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ്. റെസ്പിറേറ്ററി വോളിയംസും അതിൻ്റെ കപ്പാസിറ്റീസും ആണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിൽ കുറേ സബ് ടോപ്പിക്സ് വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ടൈഡൽ വോളിയം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, എക്സ്പിറേറ്ററി കപ്പാസിറ്റി, ഫങ്ഷണൽ റെസിഡ്യുവൽ വോളിയം, വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് ടോട്ടൽ ലങ്സ് കപ്പാസിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിൽ നമുക്ക് നോക്കാനുള്ളത്. സോ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ടൈഡൽ വോളിയം എന്താണെന്നാണ്. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ആദ്യം വായിച്ചു നോക്കൂ. ഇറ്റ്സ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ഈസ് ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. ഒരു നോർമൽ റെസ്പിറേഷനിൽ നമ്മൾ എത്ര എമൗണ്ട് എയറിനെ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ എത്ര എമൗണ്ട് എയർ എക്സ്പെൽ ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുക, നമ്മളതിൻ്റെ ടൈഡൽ വോളിയം എന്ന് പറയുക. സോ വാട്ട് ഈസ് ടൈഡൽ വോളിയം? ഇറ്റ് ഈസ് ദ നോർമൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ. അതായത് നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്യുന്നു, ഇൻഹേൽ ചെയ്യുന്നു, എക്സ്ഹേൽ ചെയ്യുന്നു, നോർമലി നമ്മൾ നടക്കുന്ന ആ കാര്യം. ആ സമയത്ത് നോർമലായിട്ട് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ടൈമിൽ എത്ര വോളിയം എയറിനെ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നോർമൽ എക്സ്പിറേഷൻ്റെ ടൈമിൽ എത്ര വോളിയം എയറിനെ നമ്മൾ എക്സ്പെൽ ചെയ്യുന്നുണ്ട്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ടൈഡൽ വോളിയം? ഇറ്റ് ഇസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ഡ്യൂറിങ് എ നോർമൽ റെസ്പിറേഷൻ ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 500 ml. 500 ml ആണ് ഈ ഈ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതായത് ഏകദേശം 6000 to 8000 ml എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർ മിനിറ്റിൽ നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട്. ml എയറിനെ ഇൻടേക്ക് ചെയ്യും, അതേപോലെ തന്നെ എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? സോ ദാറ്റ് ഈസ് ടൈഡൽ വോളിയം. അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അടുത്ത ടൈഡൽ വോളിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഏതാണ്? ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം അല്ലെങ്കിൽ IRV, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം, അല്ലെങ്കിൽ ഇതിനെ കോംപ്ലിമെൻ്റൽ എയർ എന്നും കൂടെ പറയും. അതായത് നമ്മൾ നേരത്തെ നോർമൽ ഇൻസ്പിറേഷനിൽ എത്ര എമൗണ്ട് എയറിനെ ഇൻടേക്ക് ചെയ്യുന്ന കേസൊക്കെ പറഞ്ഞു. ഇവിടെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എയറാണ് ഇൻടേക്ക് ചെയ്യുന്നത്, അതിനെയാണ് എന്തെന്ന് പറയുക, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയും. അതായത് നോർമലി നമ്മൾ ബ്രീത്ത് ചെയ്യുന്നത് കൂടാതെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് എയർ കൂടുതൽ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ഇൻസ്പയർ ബൈ ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷൻ. ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻസ്പയർ ചെയ്യുന്ന സമയത്ത് എത്ര എമൗണ്ട് എയറിനെയാണോ നമ്മൾ ഇൻഹേൽ ചെയ്യുന്നത്, ആ എമൗണ്ടിൻ്റെ അല്ലെങ്കിൽ ആ വോളിയത്തിനെയാണ് എന്തെന്ന് പറയുക, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തെന്ന് പറയും, കോംപ്ലിമെൻ്റൽ എയർ എന്ന് കൂടെ പറയും. ആൻഡ് ദാറ്റ് ഈസ് 2500 to 3000 ml. അത് എത്രയാണ്? 2500 മുതൽ 3000 ml ആണ് ഒരാളുടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം. നേരത്തെ നമ്മൾ ടോട്ടൽ കൂടുതൽ എമൗണ്ട് എയർ ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻഹേൽ ചെയ്യുമ്പോൾ കൂടുതൽ എത്ര എമൗണ്ട് ഇൻഹേൽ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പെൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര എമൗണ്ട് എയറിനെ എക്സ്പെൽ ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുക, എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുക. സോ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്ഹേൽ ചെയ്യാണ്, അതായത് ബ്രീത്ത് ഔട്ട് ചെയ്യാണ്. അങ്ങനെ ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം എമൗണ്ട്, നോർമലി ചെയ്യുന്നതിനേക്കാളും എത്ര എമൗണ്ട് ആണ് കൂടുതൽ, എത്ര വോളിയം എയറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ എക്സ്പെൽ ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുക, എക്സ്പിറേറ്ററി റിസർവ് വോളിയം അല്ലെങ്കിൽ സപ്ലിമെൻ്റൽ എയർ എന്ന് പറയുക. നേരത്തത് കോംപ്ലിമെൻ്റൽ എയർ ആണ്, ഇതെന്താണ്, സപ്ലിമെൻ്റൽ എയർ. എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിൻ്റെ ഷോർട്ട് ആണ് എന്ത്, ERV. ഇൻസ്പിറേറ്ററി റിസർവ് വോളിയത്തിന് IRV, എക്സ്പിറേറ്ററി റിസർവ് വോളിയത്തിന് ERV എന്നാണ് അതിൻ്റെ ഷോർട്ട്. And it is the additional volume of air that can expire by a forceful expiration, and it is about 1000 to 1100 ml. ഓക്കെ, അതാണ് അതിൻ്റെ എക്സ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാ, റെസിഡ്യുവൽ വോളിയം. റെസിഡ്യുവൽ വോളിയം എന്ന് പറയുമ്പോൾ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പിറേഷന് ശേഷം എത്ര എമൗണ്ട് എയർ നമ്മളുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് റെസിഡ്യുവൽ വോളിയം എന്ന് പറയുക. സോ വാട്ട് ഈസ് റെസിഡ്യുവൽ വോളിയം? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ അവർ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. ഒരു ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്തു,
അങ്ങനെ എക്സ്പയർ ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട്, ആ എക്സ്പിറേഷന് ശേഷം എത്ര എമൗണ്ട് എയർ നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുക, റെസിജ്വൽ വോളിയം എന്ന് പറയും. സോ റെസിജ്വൽ വോളിയം ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ expiration and it is about 1100 to 1200 ml. അതാണ് നമ്മളുടെ റെസിജ്വൽ വോളിയം അല്ലെങ്കിൽ RV എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റീസ് ആണ്. അപ്പോൾ നമ്മൾ വോളിയംസ് പറഞ്ഞു, ഇനി എന്താണ് കപ്പാസിറ്റീസ് ആണ്. ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അതേപോലെ തന്നെ എക്സ്പിറേറ്ററി കപ്പാസിറ്റീസ് ആണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ IC, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റീൻ്റെ ഷോർട്ടാണ് എന്ത്, IC എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമലായിട്ട് നമ്മൾ എക്സ്പയർ ചെയ്തതിന് ശേഷം എത്ര എമൗണ്ട് എയറിനെ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ആ കപ്പാസിറ്റീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയും. അപ്പോൾ നമ്മൾ എക്സ്ഹെയിൽ ചെയ്തു, ആ എക്സ്പിറേഷന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എയർ ഇൻടേക്ക് ചെയ്യുന്നു. അപ്പോൾ അതിൽ ഏതൊക്കെ വരുന്നുണ്ട്, ഒന്ന് നമ്മളുടെ ടൈഡൽ വോളിയം വരുന്നുണ്ട്, അതുകൂടാതെ നമുക്ക് എക്സ്ട്രാ എടുക്കാൻ പറ്റുന്ന ആ എയറും കൂടി വരുന്നില്ലേ, അതായത് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം കൂടി വരുന്നില്ലേ. ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്ത്, നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. അതായത് നമുക്ക് ഇൻഹെയിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി, എത്രത്തോളം എയറിനെ നമുക്ക് ഫുള്ളി ഇൻഹെയിൽ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റീനെയാണ് എന്തെന്ന് പറയുക, ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ദാറ്റ് ഇൻസ്പയർഡ് ആഫ്റ്റർ എ normal expiration and that includes tidal volume and IRV, inspiratory reserve volume, and it is about 3000 to 3500 ml. 3000 മുതൽ 3500 ml ആണ് നമ്മളുടെ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം എന്ന് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെയാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നോക്കി നോക്കുക, ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ എക്സ്പയർഡ് ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിറേഷൻ. നോർമലായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് എത്ര എമൗണ്ട് എയറിനെ എക്സ്പെൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുക, എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയാം. സോ അതിലും എന്തുതന്നെയാണ് വരുന്നത്, നമ്മുടെ ടൈഡൽ വോളിയം വരുന്നുണ്ട് പ്ലസ് ERV, എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമുക്ക് എത്ര എമൗണ്ട് എയറിന് നോർമലി എക്സ്പയർ ചെയ്യാൻ പറ്റും അതിന് നമ്മൾ ടൈഡൽ വോളിയം പറയും അല്ലേ. അതേപോലെ അതിൻ്റെ കൂടെ എക്സ്ട്രാ എക്സ്പെൽ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്താ പറയുക, എക്സ്പിറേറ്ററി റിസർവ് വോളിയം അല്ലേ. അപ്പോൾ ആ കപ്പാസിറ്റിയിൽ അപ്പോൾ എന്തൊക്കെ വരുന്നുണ്ട്, ഈ ടൈഡൽ വോളിയം ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം കൂടി ചേർന്നതാണ് എന്ത്, നമ്മുടെ എക്സ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ അവർ എക്സ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ expired after a normal inspiration and it is about 1500 to 1600 ml. Okay, and this expiratory capacity includes tidal volume and expiratory reserve volume. Tidal volume അതേപോലെ തന്നെ expiratory reserve volume ചേർന്നതാണ് ഇത് expiratory capacity എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാ നോക്കി നോക്കുക, functional residual capacity. So functional residual capacity, the volume of air remain in the lungs after a normal expiration. നോർമൽ ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്തു, അതിനുശേഷം എത്ര എമൗണ്ട് എയർ നമ്മളുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട് അതിനെയാണ് എന്തെന്ന് പറയുക, നമ്മൾ അതിനെയാണ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി ഇൻക്ലൂഡ്സ് ERV പ്ലസ് RV. ERV എന്താ, എക്സ്പിറേറ്ററി റിസർവ് വോളിയം, RV എന്താ, റെസിജ്വൽ വോളിയം. ഇത് രണ്ടും ചേർന്നതാണ് ഇത് ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഫങ്ഷണൽ റെസിജ്വൽ കപ്പാസിറ്റിയിൽ എന്താ വരുന്നത്, നമ്മളൊരു നോർമൽ എക്സ്പിറേഷന് ശേഷം എത്ര എമൗണ്ട് എയർ നമ്മളുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നോർമൽ എക്സ്പിറേഷന് ശേഷം നമ്മളുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്ന ആ എയറിൽ എന്തൊക്കെ വരുന്നുണ്ട്, ഒന്ന് റെസിജ്വൽ വോളിയം വരുന്നുണ്ട്, പിന്നെ നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്യുമ്പോൾ പോകുന്ന ആ ഒരു എയറിൻ്റെ എമൗണ്ടും കൂടി അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അല്ലേ. അതും കൂടി ചേർന്നതാണ് എന്ത്, നമ്മളുടെ ഫങ്ഷണൽ റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. സോ ഫങ്ഷണൽ റെസിജ്വൽ വോളിയം ഇസ് ദ വോളിയം ഓഫ് എയർ റിമെയിൻസ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ expiration and it includes ERV and RV and it is about 2100 to 2300 ml. അതാണ് നമ്മളുടെ ഫങ്ഷണൽ റെസിജ്വൽ വോളിയം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഇത് വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ഓർ ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബ്രീത്ത് ഔട്ട് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. അതിനെയാണ് എന്തെന്ന് പറയുക, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം.
അതായത് നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തു, അതിനുശേഷം എത്ര എമൗണ്ട് എയറിനെ നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് ഇൻഹെയിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് എയറിനെ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റും, അതിനെയാണ് എന്തെന്ന് പറയുക, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയും. അതേപോലെ തന്നെ നേരെ തിരിച്ചു, നമ്മൾ ഫോഴ്സ്ഫുൾ ആയിട്ട് എക്സ്പയർ ചെയ്തു, അതിനുശേഷം എത്ര എമൗണ്ട് എയറിനെ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നേരത്തെ തിരിച്ച് അങ്ങോട്ട് വരും. ഒരു ഫോഴ്സ്ഫുൾ എക്സ്പിറേഷന് ശേഷം എത്ര എമൗണ്ട് എയറിനെ ഇൻടേക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ ഒരു ഫോഴ്സ്ഫുൾ ഇൻസ്പിറേഷന് ശേഷം എത്ര എമൗണ്ട് എയറിനെ നമുക്ക് എക്സ്പെൽ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കപ്പാസിറ്റീനെയാണ് എന്തെന്ന് പറയുക, വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയാം. സോ വൈറ്റൽ കപ്പാസിറ്റി ഈസ് ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ ബ്രീത്ത് ഇൻ ആഫ്റ്റർ എ forced expiration, or the volume of air that can breathe out after a forced inspiration, and this includes ERV plus tidal volume plus IRV. inspiratory reserve volume വരുന്നുണ്ട്, അതേപോലെ തന്നെ expiratory reserve volume വരുന്നുണ്ട്, അതിൻ്റെ കൂടെ ആരും കൂടി വരുന്നുണ്ട്, ടൈഡൽ വോളിയം കൂടി ചേർന്നതാണ് എന്ത്, നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ വൈറ്റൽ കപ്പാസിറ്റി ഈസ് അബൌട്ട് 3500 to 4500 ml ആണ് നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ദ വോളിയം ഓഫ് എയർ ദ ലങ്സ് ക്യാൻ ഹോൾഡ് ആഫ്റ്റർ എ മാക്സിമം ഇൻസ്പിറേഷൻ. ഒരു മാക്സിമം ഇൻസ്പിറേഷന് ശേഷം മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഇൻഹെയിൽ ചെയ്യുക, അതിനുശേഷം എത്ര എമൗണ്ട് എയറിനെ നമ്മൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എത്ര എമൗണ്ട് എയർ നമ്മുടെ ലങ്സിൽ റിമൈൻ ചെയ്യുന്നുണ്ട്, അതാണ് എന്ത്, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലങ് കപ്പാസിറ്റി ഈസ് ദ ടോട്ടൽ വോളിയം ഓഫ് എയർ ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ മാക്സിമം ഇൻസ്പിറേഷൻ. മാക്സിമം നമ്മൾ ഇൻഹെയിൽ ചെയ്യുക, എന്നിട്ട് അങ്ങനെ ഇൻഹെയിൽ ചെയ്തിട്ട് എത്ര എമൗണ്ട് എയറിനെ നമുക്ക് നമ്മുടെ ലങ്സിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെയാണ് എന്തെന്ന് പറയുക, ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അതിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുക. സോ ദിസ് ടോട്ടൽ ലങ് കപ്പാസിറ്റി അല്ലെങ്കിൽ TLC ഇൻക്ലൂഡ്സ് RV പ്ലസ് ERV പ്ലസ് TV പ്ലസ് IRV ഓർ വൈറ്റൽ കപ്പാസിറ്റി പ്ലസ് RV. വൈറ്റൽ കപ്പാസിറ്റിയും റെസിജ്വൽ വോളിയം ചേർന്നതാണ് എന്ത്, നമ്മുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ റെസിജ്വൽ വോളിയം, ERV, IRV, TV ഇതൊക്കെ കൂടി ചേർന്നതാണ് എന്ത്, നമ്മളുടെ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമ്മളുടെ വോളിയംസ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി വോളിയംസും അതേപോലെ തന്നെ അതിൻ്റെ കപ്പാസിറ്റീസിലും പറയുന്നത്. സോ ഈ റെസ്പിറേറ്ററി വോളിയം, അതായത് ഈ വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരിലും വൈറ്റൽ കപ്പാസിറ്റിയിൽ ചില വ്യത്യാസങ്ങളൊക്കെ കാണും. ഈ വൈറ്റൽ കപ്പാസിറ്റിയിൽ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അയാൾക്ക് ബ്രീത്തിങ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ബ്രീത്തിങ് ആയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ വൈറ്റൽ കപ്പാസിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. സോ ദ പാർട്ട് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് ദാറ്റ് ഇസ് ഫ്രം നോസ്ട്രിൽ ടു ടെർമിനൽ ബ്രോങ്കൈ നോട്ട് ഇൻവോൾവ് ഇൻ ഗ്യാസസ് എക്സ്ചേഞ്ച്. അതായത് നമ്മളുടെ നോസ്ട്രിൽ മുതൽ ആ ടെർമിനൽ ബ്രോങ്കൈ വരെയുള്ള ആ റീജിയൻസിലൊന്നും എന്ത് നടക്കുന്നില്ല, ഗ്യാസസ് എക്സ്ചേഞ്ച് ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ ആ റീജിയനെ പറയുന്ന പേരാണ് ഡെഡ് സ്പേസ്. ആ റീജിയനെ അപ്പം എന്താ പറയുക, ഡെഡ് സ്പേസ് എന്ന് പറയുക. അപ്പോൾ ആൻഡ് ദ ഡെഡ് എയർ വോളിയം ഈസ് അബൌട്ട് 150 ml. ഡെഡ് എയർ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്, 150 ml ആണ് നമ്മളുടെ ഡെഡ് എയർ വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ദ റെസ്പിറേറ്ററി സൈക്കിൾ അല്ലേ, റെസ്പിറേറ്ററി സൈക്കിളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക, ഒരു ഇൻസ്പിറേഷനും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എക്സ്പിറേഷനും ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നു, അതേപോലെ തന്നെ എക്സ്ഹെയിൽ ചെയ്യുന്നു, ഇത് രണ്ടും കൂടി ചേർന്നതാണ് എന്താ ഒരു റെസ്പിറേറ്ററി സൈക്കിൾ എന്ന് പറയുക. അല്ലാതെ നമ്മളൊരു നേരം കണ്ടിന്യൂസ് ആയിട്ട് കുറേ നേരം ഇൻഹെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്ഹെയിൽ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത്. ഒരു ഇൻഹെയിലേഷൻ കഴിഞ്ഞാൽ അടുത്ത എന്താണ്, എക്സ്ഹെയിലേഷനാണ്. സോ ദിസ് റെസ്പിറേറ്ററി സൈക്കിൾ ഇൻവോൾവ്സ് ആൻ ഇൻസ്പിറേഷൻ ആൻഡ് എക്സ്പിറേഷൻ. ആൻഡ് ദ നോർമൽ റെസ്പിറേറ്ററി റേറ്റ്, ഒരാളുടെ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് എന്ന് പറയുന്നത് 12 to 16 ടൈംസ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 12 to 16 ടൈംസ് നമ്മൾ എന്ത് ചെയ്യും, ഇൻഹെയിൽ ചെയ്യുകയും എക്സ്ഹെയിൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇൻഹെയിൽ ചെയ്യുക, അതേപോലെ തന്നെ എക്സ്ഹെയിൽ ചെയ്യുന്നത് എത്ര തവണയാണ്, 12 to 16 ടൈംസ് ആണ് നമ്മൾ ഒരു മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെസ്പയർ ചെയ്യുന്നത്. അതിനെയാണ് നോർമൽ റെസ്പിറേറ്ററി റേറ്റ് അല്ലെങ്കിൽ ബ്രീത്തിങ് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിവൈസ് വിച്ച് ഈസ് യൂസ് ടു മെഷർ ദ റെസ്പിറേറ്ററി റേറ്റ്, നമ്മുടെ റെസ്പിറേറ്ററി റേറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസിന് പറയുന്ന പേരാണ് എന്ത്, സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ എന്ന് പറയും. സ്പൈറോമീറ്റർ അല്ലെങ്കിൽ റെസ്പിറോമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ബ്രീത്തിങ് റേറ്റ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി റേറ്റ് എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത്. സോ ഇതാണ് അവിടെ പറയാനുള്ളത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഗ്യാസസ് എക്സ്ചേഞ്ച്. ഗ്യാസസ് എങ്ങനെയാണ് ഈ ആൽവിയോളയിലും അതേപോലെ തന്നെ ടിഷ്യൂസിലേക്കൊക്കെ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഗ്യാസസ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. സോ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നത് എവിടേക്കാണ് നോക്കൂ,
Here the gases exchange occurs between alveoli and blood. ആൽവിയോളയും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസുമായിട്ട് എന്ത് ചെയ്യും, ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കും. അതേപോലെ തന്നെ ബ്ലഡ് ആൻഡ് ടിഷ്യൂസ്, ബ്ലഡും ടിഷ്യൂസുമായിട്ട് എന്ത് ചെയ്യും, ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കും. അതായത് മക്കളെ, നമ്മുടെ ആൽവിയോളയിലേക്കാണ് ഈ ഗ്യാസസ് എത്തുക. അതായത് ഓക്സിജൻ പോലെയുള്ള ഗ്യാസസ് എത്തുന്നത്, ഓക്സിജൻ എത്തുക എവിടേക്കാണ്, ഈ ആൽവിയോളയിലേക്കാണ്. സോ ആൽവിയോളയിലുള്ള എയർ എന്തിലേക്കാണ് എത്തുക, ബ്ലഡ് വെസൽസ്, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്കാണ് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കും. അത് കഴിഞ്ഞാൽ ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, ആ ബ്ലഡിനെ, ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ നേരെ എവിടേക്ക് എത്തിക്കും, ടിഷ്യൂസിലേക്ക് എത്തിക്കും. ടിഷ്യൂസിലേക്ക് എത്തുമ്പോൾ അവിടെ എന്തായിരിക്കും എക്സ്ചേഞ്ച് നടക്കുക, അവിടെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസും ടിഷ്യൂസും തമ്മിലായിരിക്കും എന്ത് ചെയ്യുക, പിന്നീട് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. സോ രണ്ട് ഭാഗത്താണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. ഒന്ന് ആൽവിയോളയും അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസും. അതിനുശേഷം ആ ബ്ലഡ് വെസൽസ് ബ്ലഡിനെ ടിഷ്യൂസിൻ്റെ അവിടേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുമായിട്ടായിരിക്കും എക്സ്ചേഞ്ച് നടക്കുക, ബ്ലഡും അതേപോലെ തന്നെ ടിഷ്യൂസും തമ്മിലായിരിക്കും ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്തുന്നുണ്ടാവുക. സോ ഈ രണ്ട് റീജിയൻസിലാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ ഗ്യാസസ് എക്സ്ചേഞ്ച് നടത്തുന്നതെന്ന് അർത്ഥം. സോ ആൽവിയോളൈ ആർ ദ പ്രൈമറി സൈറ്റ് ഓഫ് ഗ്യാസസ് എക്സ്ചേഞ്ച്. ഗ്യാസസ് എക്സ്ചേഞ്ചിൻ്റെ പ്രൈമറി സൈറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ആൽവിയോളൈ ആണ്. ഹിയർ ദ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ എക്സ്ചേഞ്ച് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് എന്ത് ചെയ്യുക, ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏത് റീജിയനിലാണോ ഹയർ കോൺസെൻട്രേഷൻ ഉള്ളത്, കോൺസെൻട്രേഷൻ കൂടുതലുള്ള റീജിയനിൽ ലോവർ കോൺസെൻട്രേഷനിലേക്കുള്ള ഗ്യാസസ് മൂവ്മെൻറ്റ്സിനെയാണ് എന്തെന്ന് പറയുക, ഡിഫ്യൂഷൻ എന്ന് പറയുക. സോ ഹിയർ ദി ഗ്യാസസ് എക്സ്ചേഞ്ച് ബൈ സിമ്പിൾ ഡിഫ്യൂഷൻ. സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയായിരിക്കും ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. ആൻഡ് ദർ ആർ സർട്ടൻ ഫാക്ടേഴ്സ് വിച്ച് എഫക്ട് ദിസ് ഗ്യാസസ് എക്സ്ചേഞ്ച്. ആൻഡ് ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓർ ഇൻഫ്ലുവൻസിങ് ദ ഗ്യാസസ് എക്സ്ചേഞ്ച് ആർ pressure concentration gradient. One is pressure concentration gradient, another one is solubility of gas, third one thickness of membrane, and the fourth one is surface area of respiratory membrane. Respiratory membrane ന്റെ surface area, അതേപോലെ തന്നെ അതിൻ്റെ thickness, membrane ന്റെ thickness, solubility of gas, pressure concentration gradient, and these four are the factors affecting or influencing the gases exchange. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഏതായിരുന്നു, പ്രഷർ അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് ആണ് ഫസ്റ്റ് പറഞ്ഞത്. സോ ഇവിടെ പറയുന്ന ഫസ്റ്റ് കാര്യം പാർഷ്യൽ പ്രഷർ എന്താണെന്നാണ്. പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസ്, കുറേ ഗ്യാസസിൻ്റെ ഒരു മിക്സ്ചറിൽ ഒരു പർട്ടിക്കുലർ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് എന്തെന്ന് പറയുക, പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ് എന്ന് പറയാം. സോ ഒരു ബലൂണിൽ ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ഗ്യാസസ് ആഡ് ചെയ്തു വിചാരിക്കുക, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, അങ്ങനെ കുറേ ഗ്യാസസ് നമ്മൾ അതിൽ ആഡ് ചെയ്തു. അതിൽ ഓക്സിജൻ എക്സേർട്ട് ചെയ്യുന്ന ആ പ്രഷറിനെയാണ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുക. കാർബൺ ഡൈ ഓക്സൈഡ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെ നമ്മൾ എന്ത് പറയും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയും. സോ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മിക്സ്ചർ ഓഫ് ഗ്യാസിൽ ഒരു പെർട്ടിക്കുലർ ഗ്യാസ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ദാറ്റ് ഗ്യാസ് എന്ന് പറയുന്നത്. സോ partial pressure is the individual pressure of a gas in a gas mixture, and that is called partial pressure, and the partial pressure of oxygen and carbon dioxide are given below. ഇതാണ് നമ്മുടെ ഓക്സിജൻ്റെയും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിൽ നമ്മുടെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്, എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവാണ്. ഇനി ആൽവിയോളയിലും അങ്ങനെ തന്നെയാണ്, ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ, 104 ആണ്, mmHg ആണ്. അതേപോലെ തന്നെ എവിടെയാ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 mmHg ആയിരിക്കും. ഇനി അതിനെ സറൗണ്ട് ചെയ്തിട്ട് ആരുണ്ടായിരിക്കും, ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്തിട്ട് വരുന്ന ബ്ലഡ് വെസൽസ് ഉണ്ടായിരിക്കും. സോ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, 45 ആണ്. അപ്പോൾ അതായത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇനി ഓക്സിജനേറ്റഡ് ബ്ലഡിലാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 95ഉം കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണെന്ന് നോക്കൂ, 40 ആണ്. സോ അവിടെ പാർഷ്യൽ പ്രഷർ ആർക്കാണ് കൂടുതൽ, ഓക്സിജനാണ് കൂടുതൽ. അതുകൊണ്ടാണ് അതിനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും അവിടെ കൂടുതൽ ഉണ്ടായിരിക്കുക. ഇനി ടിഷ്യൂസിൽ നോക്കുകയാണെങ്കിലോ, ടിഷ്യൂസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ 40 ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്, 45 ആണ്. സോ ടിഷ്യൂസിലും അതേപോലെ തന്നെ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് വെസൽസിലും
കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലും ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവുമാണ്. ബാക്കി ഇപ്പോൾ നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് എയർ ആയിക്കോട്ടെ, ആൽവിയോളൈ ആയിക്കോട്ടെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് എന്ത് കൂടുതലായിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്രഷർ കൂടുതലുള്ള ഭാഗത്തു നിന്ന് കുറവുള്ള ഭാഗത്തേക്കായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ഗ്യാസസ് മൂവ്മെൻറ്റ് നടക്കുക. സോ ഇവിടെ നോക്കി നോക്കുക, ഇതാണ് നമ്മളുടെ ആൽവിയോളൈ എന്ന് പറയുന്നത്. ഈ ആൽവിയോളയിൽ എന്ത് കൂടുതലാണ്? ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ, ദാറ്റ് ഈസ് 104 mmHg. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്? കുറവാണ്. സോ കൂടുതലുള്ള ഭാഗത്തുനിന്ന് കുറവുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും, ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ആൽവിയോളയിൽ നിന്ന് അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്ക് ഗ്യാസസ് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്സിജനെ എന്ത് ചെയ്യും, എക്സ്ചേഞ്ച് ചെയ്യും. ആ ഓക്സിജൻ ക്യാരി ചെയ്യുന്ന ബ്ലഡ്, ഓക്കെ, ആ ബ്ലഡിനെ പൾമണറി വെയിൻ എവിടേക്ക് എത്തിക്കും, ഹാർട്ടിലേക്ക് എത്തിക്കും. ഇനി ഹാർട്ടിൽ നിന്ന് ആ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ഏതാ, ആർട്ടറീസ്, ലാർജസ്റ്റ് ആർട്ടറി ഏതാണ്? ലാർജസ്റ്റ് ആർട്ടറിയാണ് അയോട്ട. ആ അയോട്ട അതിനെ എവിടേക്ക് എത്തിക്കും, നമ്മളുടെ ടിഷ്യൂസിലേക്ക് എത്തിക്കും. സോ അയോട്ടയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടറീസിൽ നോക്കുകയാണെങ്കിൽ ആർട്ടറീസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 95 mmHg ആണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് 40 mmHg ആണ്. സോ എന്നിട്ട് ഈ ടിഷ്യൂസ് എന്ത് ചെയ്യും, ഇതിനെ ടിഷ്യൂസ് അല്ല, ഈ ബ്ലഡ് വെസൽസ് എന്ത് ചെയ്യും, അതിനെ ടിഷ്യൂസിലേക്ക് എത്തിക്കും. സോ ടിഷ്യൂസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണല്ലോ ഇവർ. അപ്പോൾ ഇവരിലാണ് ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതൽ. പക്ഷേ ടിഷ്യൂസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു അവിടെ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണ്, 40 ആണ്. പക്ഷെ അതിനെ സറൗണ്ട് ചെയ്തിട്ട് വരുന്നതിൽ അവിടെ എന്തിൻ്റെ പാർഷ്യൽ പ്രഷർ ആയിരുന്നു കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ. പക്ഷേ ബ്ലഡ് വെസൽസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ബ്ലഡ് വെസൽസിലുള്ള ഓക്സിജനെ അവരെവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യും, ടിഷ്യൂസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, അങ്ങനെ ടിഷ്യൂസിലേക്ക് അതിനെ എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷേ ടിഷ്യൂസിൽ ആര് കൂടുതലാണ്? കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലാണ്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കൂടുതലാണ്. അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസലിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ കുറവല്ലേ? അതുകൊണ്ട് തന്നെ ടിഷ്യൂസിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് എക്സ്ചേഞ്ച് ചെയ്യും? ബ്ലഡ് വെസൽസിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. അതായത് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് എവിടേക്ക് എത്തും, അല്ലെങ്കിൽ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ട് അത് മാറും. അങ്ങനെ ആ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസലാണ് വീന കാവ എന്ന് പറയുന്നത്. സോ ഡിയോക്സിജനേറ്റഡ് ആയിട്ടുള്ള ആ ബ്ലഡ് വെസൽസിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 40 mmHg ആണ്. എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 45 mmHg ആണ്. സോ അതുകൊണ്ട് തന്നെ ഈ 45 mmHg ഉള്ള ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് അതെവിടേക്ക് എത്തും? നമ്മളുടെ ആൽവിയോളൈനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസൽസിലേക്ക്, അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വെസലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ, അതായത് ഈ ഡിയോക്സിജനേറ്റഡ് ബ്ലഡിൽ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ കുറവല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പാർഷ്യൽ പ്രഷർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുള്ള ഭാഗത്ത് നിന്ന് കുറവുള്ള ഭാഗത്തേക്ക് എന്ത് ചെയ്യും? എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങനെയാണ് ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. സോ ഇതാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്. സോ പാർഷ്യൽ പ്രഷർ ഓരോ റീജിയനിലും എത്രയാണെന്നുള്ളത് നമ്മൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ പാർഷ്യൽ പ്രഷർ ഇൻ ആൽവിയോളൈ ഇസ് മോർ ദാൻ 104 mmHg ദാൻ ദാറ്റ് ഇൻ ദ ബ്ലഡ് കാപ്പിലറീസ്. സോ ദ ഓക്സിജൻ ഡിഫ്യൂസസ് ഇൻ ടു ബ്ലഡ് കാപ്പിലറീസ്. ഓക്സിജൻ എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യും? ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഡിഫ്യൂസ് ചെയ്യും. എന്നാൽ ഡിയോക്സിനേറ്റഡ് ബ്ലഡിൽ പാർഷ്യൽ പ്രഷർ ഓഫ് CO2 എന്താണ്? കൂടുതലാണ് ദാൻ ദാറ്റ് ഓഫ് ഓക്സിജൻ. സോ അതുകൊണ്ട് തന്നെ PCO2 ഇൻ ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഈസ് മോർ ദാൻ ദാറ്റ് ഇൻ ദ ആൽവിയോളൈ. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഡിഫ്യൂസസ് ടു ആൽവിയോളൈ. അതുകൊണ്ട് തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് എവിടേക്ക് പോകും? അത് ആൽവിയോളയിലേക്കും ഡിഫ്യൂസ് ചെയ്യും. സോ ആൽവിയോളയിലുള്ള ഓക്സിജൻ ബ്ലഡ് വെസൽസിലേക്കും ബ്ലഡ് വെസലിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്കും ഡിഫ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഈ പാർഷ്യൽ പ്രഷറാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇത് സൊലിബിലിറ്റി ഓഫ് ഗ്യാസസിൻ്റെ സൊലിബിലിറ്റി. സോ നമ്മൾ സൊലിബിലിറ്റി നോക്കുകയാണെങ്കിൽ ഓക്സിജനെ അപേക്ഷിച്ച് കാർബൺ ഡൈ ഓക്സൈഡിനാണ് സൊലിബിലിറ്റി കുറച്ചും കൂടി കൂടുതൽ. Okay, so the solubility of carbon dioxide is 20 to 25 times higher than that of oxygen. ഓക്സിജനേക്കാളും സൊലിബിലിറ്റി ആർക്കാണ് കൂടുതൽ? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിനാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലും വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? റിമൂവ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ബൈകാർബണേറ്റ്സ് ഫോംസിലൊക്കെ അതിനെ അവിടുന്ന് എന്ത് ചെയ്യാറുണ്ട്? ക്യാരി ചെയ്യാറുണ്ട്. സോ ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് that can diffuse through diffusion membrane per unit difference in partial pressure is much higher than that of O2. ഓക്കെ, ഇങ്ങനെ ഡിഫ്യൂഷൻ മെംബ്രെയിനിലൂടെ ഡിഫ്യൂസ് ചെയ്യാനുള്ള കഴിവ് കൂടുതൽ ആർക്കാണ്? നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്നാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ തിക്നെസ് ഓഫ് മെംബ്രെയിനിൽ പറയുന്നത് നമ്മുടെ ആൽവിയോളൈ, അതായത് ആൽവിയോളൈൻ്റെ സ്ക്വാമസ് എപ്പിത്തീലിയം, അത് കഴിഞ്ഞാൽ ബ്ലഡ് വെസൽസിൻ്റെ ആ എപ്പിത്തീലിയം ഉണ്ടല്ലോ,
അത് ആ രണ്ട് എപ്പിത്തീലിയം അതിൻ്റെ ഇടയിൽ കാണുന്ന ഒരു ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഇതാണ് 3 മെംബ്രെയിൻസ് എന്ന് പറയുന്നത്. സോ ദ ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മെയ്ഡ് ഓഫ് 3 ലെയേഴ്സ്. ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ എത്ര ലെയേഴ്സ് ഉണ്ട്? 3 ലെയേഴ്സ് ഉണ്ട്. വൺ ഈസ് സ്ക്വാമോസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ, ആൽവിയോളൈൻ്റെ സ്ക്വാമോസ് എപ്പിത്തീലിയം. 2 എൻഡോത്തീലിയം ഓഫ് ആൽവിയോളാർ കാപ്പിലറി. ഇത് ആൽവിയോളൈനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് കാപ്പിലറി ആണ്, അതിൻ്റെ ഉള്ളിലുള്ള ആ എൻഡോത്തീലിയം. Okay, so the endothelium of alveolar capillary and the basement substance between them. ഇവർ രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന ഈ ബേസ്മെൻറ്റ് സബ്സ്റ്റൻസ്, ഇതിനിടയിലൂടെയാണ് എന്ത് ചെയ്യുക? ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. ഇതാണ് ആ മെംബ്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ മെംബ്രെയിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ആകെ എത്രയേ ഉള്ളൂ? 0.5 μm. അത്ര തിക്നെസ് മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഗ്യാസസ് എക്സ്ചേഞ്ച് എന്തായിരിക്കും? കുറേ ഈസി ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. സോ ഇതാണ് എന്ത്? മെംബ്രെയിൻ തിക്നെസ്സിൻ്റെ കേസിൽ പറയാനുള്ളത്. സോ മെംബ്രെയിനിൽ ഏതൊക്കെ മെംബ്രെയിൻസാണ് വരുന്നത്? ഒന്ന് ആൽവിയോളൈൻ്റെ എൻഡോത്തീലിയം, ആൽവിയോളൈൻ്റെ സ്ക്വാമോസ് എപ്പിത്തീലിയം, അതേപോലെ തന്നെ അതിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ആൽവിയോളാർ കാപ്പിലറീസിൻ്റെ എൻഡോത്തീലിയം, ഇത് രണ്ടിൻ്റെയും ഇടയിൽ കാണുന്ന ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ഇതിലൂടെയാണ് എന്ത് നടക്കുക? ഗ്യാസസ് എക്സ്ചേഞ്ച് നടക്കുക. ആൻഡ് ദ സർഫസ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി മെംബ്രെയിൻ. ഈ റെസ്പിറേറ്ററി മെംബ്രെയിൻ അതിൻ്റെ സർഫസ് ഏരിയ, ഇതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സർഫസ് ഏരിയ കൂടുമ്പോൾ കൂടുതൽ എക്സ്ചേഞ്ച് എന്ത് ചെയ്യും? നടക്കും. സോ നമ്മുടെ ലങ്സിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ദ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ടെന്നീസ് കോർട്ട്. ടെന്നീസ് കോർട്ടിൻ്റെ ലെങ്ത് എത്രത്തോളം ഉണ്ടോ അതിന് ഈക്വൽ ആണ് നമ്മുടെ ലങ്സിൻ്റെ സർഫസ് ഏരിയ എന്നാണ് പറയുന്നത്. ഓക്കെ, so the presence of alveoli is very much necessary. This alveoli increase the surface area of gases exchange. ഈ alveoli ആണ് എന്ത് ചെയ്യുന്നത്? ഗ്യാസസ് എക്സ്ചേഞ്ചിൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയുമാണ് ഗ്യാസസ് എക്സ്ചേഞ്ചിൽ പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു ഗ്യാസസ് എക്സ്ചേഞ്ചിനെ ഇൻവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത്, അതേപോലെ തന്നെ മെംബ്രെയിൻ തിക്നെസ്, സൊല്യൂബിലിറ്റി, പിന്നെ ഏതാണ് നമ്മൾ പറഞ്ഞ ഇതിൻ്റെ സർഫസ് ഏരിയ, അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് എന്തിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഗ്യാസസ് എക്സ്ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്.